കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ബൂത്തിലെത്തിയാൽ ക്യൂ നിൽക്കുന്നത് മുതൽ ബട്ടൺ അമർത്തുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ രേഖയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഏതൊക്കെയാണെന്നും നാളെ ഏത് ബൂത്തിലാണ് വോട്ടെന്ന് അറിയാത്തവർക്ക് അത് എളുപ്പത്തിൽ കണ്ടെത്താനുമുള്ള വഴികൾ എന്തൊക്കെയാണെന്നും വിശദമായി ചർച്ച ചെയ്യാം ഈ വീഡിയോയിലൂടെ. ആദ്യം നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ ക്യൂ പാലിക്കുക. സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രമമനുസരിച്ചിട്ട് വോട്ടർമാരെ കടത്തിവിടും. അതിനുശേഷം ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ മുന്നിലാണ് നമ്മൾ ആദ്യം എത്തുന്നത്. വോട്ടറുടെ തിരിച്ചറിയൽ കാർഡും സ്ലിപ്പിലെ ക്രമനമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കും. തുടർന്ന് ക്രമനമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയും. ഈ സമയം പോളിംഗ് ഏജന്റുമാർ അവരുടെ പക്കലുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തുമ്പോൾ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. തുടർന്ന് വോട്ടർമാരുടെ രജിസ്റ്ററിൽ വോട്ടറുടെ ക്രമനമ്പർ രേഖപ്പെടുത്തും. ഒപ്പം വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറും എഴുതും. തുടർന്ന് വോട്ടറെ കൊണ്ട് രജിസ്റ്ററിൽ ഒപ്പുവയ്പ്പിക്കുകയോ വിരലടയാളം രേഖപ്പെടുത്തുകയോ ചെയ്യും. തുടർന്ന് വോട്ടേഴ്സ് സ്ലിപ്പ് നൽകും. അടുത്തതായി വോട്ടർ എത്തുന്നത് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ ചുമതലയുള്ള തേർഡ് പോളിംഗ് ഓഫീസറുടെ മുന്നിലാണ്. കൈവിരലിലെ മഷി പരിശോധിച്ച ശേഷം ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. തുടർന്ന് വോട്ടർ കൗണ്ടറിൽ പ്രവേശിച്ച് താൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോയും ചിഹ്നവും രേഖപ്പെടുത്തിയിരിക്കുന്നതിന് നേരെയുള്ള നീല ബട്ടൺ അമർത്തണം. ഇതോടെ സ്ഥാനാർത്ഥിയുടെ പേരിന് സമീപത്തെ നീല ബട്ടന് അരികിലുള്ള ലൈറ്റ് ചുവപ്പ് നിറത്തിൽ പ്രകാശിക്കും. ഈ സമയം കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ബീപ്പ് ശബ്ദം കേൾക്കും. ഇതോടെ വോട്ട് രേഖപ്പെടുത്തിയതായി മനസ്സിലാക്കാം. അടുത്തതായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് ഇലക്ഷൻ ID കാർഡാണ്. എന്നാൽ എപ്പിക് കാർഡ് കൈവശമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റു 11 അംഗീകൃത തിരിച്ചറിയൽ രേഖകളും ഉപയോഗിക്കാം. ഏതൊക്കെയാണ് 11 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ കമ്പനി എന്നിവയിലെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, പാർലമെൻറ്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവയ്ക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ആധാർ കാർഡ് എന്നിവയാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇലക്ഷൻ ID കാർഡിന് പുറമെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 11 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ. അടുത്തതായി ബൂത്തുകളിൽ ആർക്കാണ് മുൻഗണന എന്ന് നോക്കാം. ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൗരന്മാർക്കും വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തുകളിൽ മുൻഗണന നൽകും. ബൂത്തുകളിൽ റാമ്പുകളും വീൽ ചെയറുകളും സജ്ജീകരിക്കും. കാഴ്ച പരിമിതിയുള്ളവർക്കായി ബ്രെയിൻ ലിപി സൗകര്യമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, സഹായത്തിനായി പ്രത്യേക വോളണ്ടിയർമാർ, ആവശ്യമായ ഇടങ്ങളിൽ ആംഗ്യഭാഷാ സഹായം എന്നിവയും ലഭ്യമാക്കും. ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് പോളിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തുവാനായിട്ട് യാത്രാ സൗകര്യം ലഭ്യമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി നാളെ ഏത് ബൂത്തിലാണ് വോട്ടെന്ന് അറിയാത്തവർക്ക് അത് എളുപ്പത്തിൽ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കണ്ടെത്താം. ഇതിന് 3 വഴികളുണ്ട്. ആദ്യത്തെ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് തന്നെ കണ്ടെത്താമെന്നതാണ്. ഇതിനായി electoralsearch.eci.gov.in സെർച്ച് ചെയ്ത് തുറക്കുകയാണ് വേണ്ടത്. ശേഷം ID കാർഡിലെ 10 അക്ക എപ്പിക് നമ്പർ നൽകണം. സംസ്ഥാനത്തിൻ്റെ സ്ഥാനത്ത് കേരളം തിരഞ്ഞെടുക്കാം. ക്യാപ്ച കൂടി നൽകി സെർച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ പേര്, മണ്ഡലം, ബൂത്ത് നമ്പർ, സീരിയൽ നമ്പർ തുടങ്ങിയ എല്ലാ വിവരങ്ങളും ലഭ്യമാകും. ഇനി വോട്ടർ ID കൈവശമില്ലാത്തവർക്കും ഇതെല്ലാം അറിയാൻ വഴികളുണ്ട്. വോട്ടർ പട്ടികയുമായി മൊബൈൽ നമ്പർ ബന്ധിപ്പിച്ചവർക്കാണ് ഈ സേവനം ഉപയോഗപ്പെടുത്താനാവുക. വെബ്സൈറ്റിൽ മൊബൈൽ നമ്പറും സംസ്ഥാനവും നൽകുക. OTP വെരിഫിക്കേഷൻ കൂടി പൂർത്തീകരിച്ചാൽ വോട്ടറുടെ പൂർണ്ണ വിവരങ്ങൾ സ്ക്രീനിൽ തെളിയും. ഇനി നിങ്ങളുടെ വിവരങ്ങൾ വെച്ചും ബൂത്ത് അറിയാൻ വഴികളുണ്ട്. പേര്, വയസ്സ് അല്ലെങ്കിൽ ജനന തീയതി, ബന്ധുവിൻ്റെ പേര്, ജില്ല, അസംബ്ലി മണ്ഡലം എന്നിവ നൽകിയും വോട്ട് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ നാളെയാണ് വോട്ട്. എല്ലാവരും മറക്കാതെ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.